പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു സാധാരണ കൊലപാതകമല്ല. ഒരു മൃഗത്തിൻ്റെ സാന്നിധ്യം ആണവിടെ കാണുന്നത്. കൂർത്ത പല്ലുകൊണ്ടും കൂർത്ത നഖങ്ങൾ കൊണ്ടുമുള്ള ആക്രമണം. ഭയന്നോടിയപ്പോൾ ഉണ്ടായ വീഴ്ചയിൽ കൈക്കും കാലിനുമൊക്കെ ചെറിയ പൊട്ടലുണ്ട്. 1 ഇഞ്ചിൽ കൂടുതൽ ആഴം മുറിവിന് കാണുന്നുണ്ട്. കഴുത്തിനേറ്റ കടിയാണ് മരണകാരണം. ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പരിശോധിച്ചു. നായയുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ പല സ്ഥലങ്ങളായി കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മരണം നടന്ന സ്ഥലത്തുനിന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു നായയാവാം ഈ കൃത്യം ചെയ്തിട്ടുണ്ടാവുക. ഒരു നായ കടിച്ചാൽ ഇങ്ങനെയൊക്കെ മരിക്കുമോ? അഡീഷണൽ SP രവിചന്ദ്രൻ ചോദിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ബെൻസൺ ജോർജിൻ്റെ വേട്ട എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായിട്ടാണ്. പല എപ്പിസോഡുകളായിട്ടായിരിക്കും ഈ കഥയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എന്നാൽ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. മുളവുകാട് കായലിനരികിൽ കൂടി പോകുന്ന വീതി കുറഞ്ഞ കോൺക്രീറ്റ് റോഡ്. ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതം. ആളുകൾ പ്രഭാത സഫാരിക്ക് ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പുള്ള ദിവസമായതുകൊണ്ട് തന്നെ പലരും കമ്പിളി പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളും തലയിൽ മങ്കി കേപ്പുമൊക്കെ വെച്ചാണ് നടക്കുന്നത്. മാംസം തുളഞ്ഞ് എല്ലിലേക്ക് കയറുന്ന തണുപ്പ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കരം തന്നെ. ചൂട് വന്നാൽ ഭയങ്കര ചൂട്, തണുപ്പ് വന്നാൽ ദാ കണ്ടില്ലേ, സഹിക്കാൻ മേലാത്ത തണുപ്പ്. ഇനി മഴ വന്നാലും അത് നിർത്താതെ പെയ്ത് ഒടുവിൽ വെള്ളപ്പൊക്കത്തിൽ അവസാനിക്കും. സഹിക്കാൻ വയ്യാതെ തണുപ്പായതുകൊണ്ട് സവാരിക്കിറങ്ങിയവരുടെ കൂട്ടത്തിലുള്ള രാജു എന്ന് പേരുള്ള ആൾ പറഞ്ഞു. കാലാവസ്ഥയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ, മനുഷ്യൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമാണിത്. മരങ്ങളൊക്കെ വെട്ടിമുറിച്ചു കൊണ്ട് പോവുക, കണ്ണിൽ കണ്ട തോടും കായലും ഒക്കെ നികത്തി ഫ്ലാറ്റും വീടും പണിതാൽ വെള്ളം പിന്നെ എതിലേ പോവും. അതിന് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ പോകുന്ന വഴി അങ്ങ് പോകും. പിന്നെ വെള്ളപ്പൊക്കം വന്നു എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? കൂട്ടത്തിൽ പ്രായമുള്ള മാത്തച്ഛൻ എന്നയാളാണ് അത് പറഞ്ഞത്. ഈ തണുപ്പ് ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ നടക്കാനില്ലാട്ടോ. തണുപ്പ് സഹിക്കാതെ വല്ല വാദവും വരും. സുഗുണൻ എന്നയാൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിൽ തന്നെ മടിയനായിവൻ, തണുപ്പും കൂടി വന്നപ്പോൾ തീർന്നു. അങ്ങനെ തമാശകളും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു. കായലിന് മുകളിൽ കാക്കകളും പരുന്തുകളും വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവയുടെ കലപില ശബ്ദവും മുഴങ്ങി കേൾക്കാം. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ സുഗുണനാണത് കണ്ടത്. കായലിനരികിലുള്ള കണ്ടലിനിടയ്ക്ക് എന്തോ കിടക്കുന്നു. മത്തായി ചേട്ടാ, അതെന്താ സാധനം? ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സുഗുണൻ ചോദിച്ചു. വല്ലവന്മാരും വല്ല വേസ്റ്റും കളഞ്ഞതാവും. രാത്രികാലത്ത് ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞാൽ ആരും കാണില്ലല്ലോ. അവർ നടന്നു കുറച്ചുകൂടി അടുത്തെത്തി. ചേട്ടാ, അത് വേസ്റ്റ് കളഞ്ഞിരിക്കുന്നതല്ല, അതൊരു മനുഷ്യനാണല്ലോ. പ്രകാശൻ എന്ന പേരുള്ള ഒരാൾ പറഞ്ഞു. മനുഷ്യനോ? എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്നു. പ്രകാശൻ പറഞ്ഞത് സത്യമായിരുന്നു. അതൊരു മനുഷ്യനായിരുന്നു. കറുത്ത ഷർട്ടും കാക്കി പാൻറ്റുമാണ് വേഷം. കണ്ടലിനിടയ്ക്ക് കമിഴ്ന്നു കിടക്കുകയാണ്. എടാ മക്കളെ, ഇത് കണ്ടിട്ട് ജീവനുള്ള ആളാണെന്ന് തോന്നുന്നില്ല, ശവമാണ്. പോലീസിനെ അറിയിക്കുന്നതാണ് ബുദ്ധി, മത്തായി ചേട്ടൻ പറഞ്ഞു. അത് കേട്ടതും സുഗുണൻ പതുക്കെ പുറകോട്ട് വലിഞ്ഞു. അതെ, ഞാൻ എന്നാ വീട്ടിലേക്ക് പോയിക്കോട്ടെ, ജോലിക്ക് പോകണം. പതുക്കെ പുറകോട്ട് വലിഞ്ഞുകൊണ്ട് സുഗുണൻ പറഞ്ഞു. അവിടെ നിൽക്കടാ, അവൻ ജോലിക്ക് പോകാൻ പോകുന്നു. അല്ലാത്തപ്പോൾ ജോലിയുണ്ടെങ്കിലും അവൻ പോവില്ല, മത്തായി ചേട്ടൻ പറഞ്ഞു. അല്ല മത്തായി ചേട്ടാ, എനിക്ക് പോലീസിനെ പേടിയാ, അതുകൊണ്ടാണ്. പോലീസിനെ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും പേടിയാ എന്ന് കരുതി തടിയൂരി പോകാമെന്ന് നീ വിചാരിക്കണ്ട, പ്രകാശൻ പറഞ്ഞു. ഇതിനകം തന്നെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ രാജു സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അധികം വൈകാതെ തന്നെ പോലീസ് ജീപ്പ് അവിടെ എത്തി. മുളവുകാട് SI ജോസഫ് പത്രോസും 3 കോൺസ്റ്റബിൾമാരുമാണ് അവിടെ എത്തിയത്. വിവരമറിഞ്ഞ് ആളുകളും കൂടി. പോരാത്തതിന് പത്രമാധ്യമങ്ങളും അവിടെ എത്തി. വിദഗ്ധരായ 2 പേരെ കൊണ്ട് മൃതദേഹം കരയ്ക്കടുപ്പിച്ചു.
ജോസഫ് പത്രോസ് മൃതദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ആളെ കണ്ടതും SI നടുങ്ങി. ഇത് നോർത്ത് CI സുധാകരൻ സാറല്ലേ? മറ്റു പോലീസുകാരും അത് കണ്ട് ശരിവച്ചു. കയ്യിൽ ഗ്ലൗസ് ഇട്ടതിനു ശേഷം വിദഗ്ധ സംഘം ബോഡി പരിശോധിച്ചു. ഇതേ സമയം SI ജോസഫ് പത്രോസ് ആൾക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു. മെമ്പർ രാജൻ ഉണ്ടായ കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് പോലീസിനെ ധരിപ്പിച്ചു. SI SPയെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. അധികം വൈകാതെ തന്നെ കൂടുതൽ പോലീസ് സംഘം അവിടെ എത്തി. SP അരുണിമ മോഹനും DYSP രാജീവ് കൃഷ്ണനും അവിടെ എത്തി. കാര്യങ്ങൾ തിരക്കി. സാർ, ഇന്നലെ രാത്രിയാണ് ക്രൈം നടന്നിരിക്കുന്നത്. വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കുന്നതല്ല. വെള്ളം കുടിച്ചു മരിച്ചാൽ സാധാരണ രീതിയിൽ ശരീരം വീർക്കും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നോട്ടത്തിൽ ഏതോ മൃഗത്തിൻ്റെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്, SI അവരോട് പറഞ്ഞു. ചുറ്റും നിൽക്കുന്ന ആളുകളെയെല്ലാം പോലീസുകാർ വിരട്ടി ഓടിച്ചു. ആംബുലൻസ് എത്തി. ബോഡി നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. മോർച്ചറിയിലെ വലിയ ടേബിളിൽ നഗ്നനാക്കി കിടത്തിക്കൊണ്ടുള്ള ബോഡി പരിശോധന. DYSP രാജീവ് അവിടെ എത്തി. എന്താ ഡോക്ടർ, എന്തെങ്കിലും മുറിവോ ചതവോ ഉണ്ടോ? സംശയാസ്പദമായ എന്തെങ്കിലും? കൈമുട്ടിനും കാൽമുട്ടിനും ചെറിയ പൊട്ടലുണ്ട്. ചിലപ്പോൾ പേടിച്ചോടിയപ്പോൾ വീഴുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകാം. ഏതോ മൃഗമാണ് ആക്രമിച്ചിരിക്കുന്നത്. ശരീരത്ത് നഖത്തിൻ്റെയും പല്ലിൻ്റെയും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. കഴുത്തിനും കടിയേറ്റിട്ടുണ്ട്. അതുതന്നെയാണ് മരണകാരണമായി കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ റിസൾട്ട് വന്നാലേ അറിയാൻ പറ്റൂ. DYSP പുറത്തേക്കിറങ്ങിയപ്പോൾ SP അവിടെ എത്തി. രാജീവ് കൃഷ്ണൻ ഡോക്ടർ പറഞ്ഞ കാര്യം SPയെ അറിയിച്ചു. അന്വേഷണത്തിൻ്റെ ചുമതല രാജീവിനെ തന്നെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം, SP പറഞ്ഞു. ഓക്കെ സാർ. സല്യൂട്ട് ചെയ്തുകൊണ്ട് DYSP രാജീവ് കൃഷ്ണൻ പറഞ്ഞു. അധികം വൈകാതെ തന്നെ DYSP രാജീവ് കൃഷ്ണൻ അന്വേഷണ ചുമതല ഏറ്റെടുത്തു. SI ജോസഫ് ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം അന്വേഷണത്തിൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്നു. മരണം നടന്ന സ്ഥലം അവർ പരിശോധിച്ചു. ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുന്ന ഭാഗം കടന്നു അവർ എല്ലായിടവും ചെക്ക് ചെയ്തു. മണ്ണിലും മറ്റും നായയുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ കണ്ടു. വേറെ തെളിവുകളൊന്നും കിട്ടിയില്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. കിട്ടിയ റിപ്പോർട്ടുകളുമായി DYSP രാജീവ് കൃഷ്ണൻ SPയുടെ അടുത്തെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു സാധാരണ കൊലപാതകമല്ല. ഒരു മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ കാണുന്നത്. കൂർത്ത പല്ലുകൊണ്ടും കൂർത്ത നഖങ്ങൾ കൊണ്ടുമുള്ള ആക്രമണം. ഭയന്നോടിയപ്പോൾ ഉണ്ടായ വീഴ്ചയിൽ കൈക്കും കാലിനുമൊക്കെ ചെറിയ പൊട്ടലുണ്ട്. 1 ഇഞ്ചിൽ കൂടുതൽ ആഴം മുറിവിന് കാണുന്നുണ്ട്. കഴുത്തിലേറ്റ കടിയാണ് മരണകാരണം. ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പരിശോധിച്ചു. നായയുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ പല സ്ഥലങ്ങളായി കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മരണം നടന്ന സ്ഥലത്തുനിന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു നായയാവാം ഈ കൃത്യം ചെയ്തിട്ടുണ്ടാവുക. ഒരു നായ കടിച്ചാൽ ഇങ്ങനെയൊക്കെ മരിക്കുമോ? അഡീഷണൽ SP രവിചന്ദ്രൻ ചോദിച്ചു. അത് നമുക്ക് പറയാനൊക്കില്ല. തെരുവ് നായയുടെ കടിയേറ്റ് തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ മരിച്ചില്ലേ? പല സ്ഥലങ്ങളിലും തെരുവ് നായയുടെ കടിയേറ്റ് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും അങ്ങനെ ആയിക്കൂടാ എന്നില്ല, SP പറഞ്ഞു. അപ്പോഴും ഒരു കാര്യം സംശയമുണ്ട് മാഡം. നോർത്ത് CI സുധാകരൻ എന്തിനവിടെ എത്തി? ആരെ കാണാനെത്തി? DYSP രാജീവ് കൃഷ്ണൻ പറഞ്ഞു. DYSP രാജീവ് കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തിൻ്റെ തന്നെയുള്ള ഓഫീസിൽ ഒത്തുകൂടി. ഈ മർഡറിൻ്റെ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നില്ല. എന്നാൽ ഒരു ഡോഗാണ് ഇവിടെ വില്ലനായി മാറിയിരിക്കുന്നത്. അത് സാധാരണ ഒരു തെരുവ് നായ ആണോ? അതുമല്ലെങ്കിൽ ആരെങ്കിലും വളർത്തുന്നതാണോ? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതിനു മുൻപ് മറ്റൊരു കാര്യം ചെക്ക് ചെയ്യണം. DYSP പറയുന്നത് ജാഗ്രതയോടെ കേട്ടിരുന്നു ജോസഫ് പത്രോസും ടീമും. CI സുധാകരൻ അവിടെ എന്തിനു വന്നു? ആരെ കാണാൻ വന്നു? മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ വന്നതാണെങ്കിൽ തന്നെ ആ വഴി പോകേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ അയാൾ ആരെയോ കാണാൻ വന്നിരിക്കുന്നതാണ്. അതാരെയാണ്?
അത് കണ്ടുപിടിക്കണം. സംഭവം ഒരു ഡോഗാണ് ഇവിടെ വില്ലനെങ്കിലും കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നാണല്ലോ. സോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു കേസാണെന്ന് തോന്നുന്നു. മറിച്ചാണെങ്കിൽ നമ്മുടെ ജോലി കൂടും. DYSP രാജീവ് പറഞ്ഞു. ജോസഫ് ഒരു കാര്യം ചെയ്യണം. എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത്? ആ ഭാഗത്ത് CCTV എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ മർഡർ നടന്നുവെന്ന് സംശയിക്കുന്ന സമയത്തുള്ള വീഡിയോ രംഗങ്ങൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ ആരെ കാണാനാണ് സുധാകരൻ അവിടെ വന്നതെന്ന് കണ്ടുപിടിക്കണം. അയാൾ പോകുന്ന വഴിക്കൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടണം. ശ്രമിക്കാം സാർ. ശ്രമിച്ചാൽ പോരാ, നടക്കണം, അതും എത്രയും പെട്ടെന്ന്. കണിശമായി തന്നെ രാജീവ് കൃഷ്ണൻ പറഞ്ഞു. ഓക്കെ സാർ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാജീവിനെ സല്യൂട്ട് ചെയ്ത് ജോസഫ് പുറത്തേക്ക് പോയി. പാലാരിവട്ടം കഴിഞ്ഞ് കാക്കനാട് ഭാഗത്തേക്ക് തിരിഞ്ഞ ഷിഫ്റ്റ് കാർ വൈറ്റില ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ നിന്ന് നേരെ മുന്നോട്ട്. ഉച്ചസമയമായതിനാൽ റോഡിൽ കാര്യമായി തിരക്കില്ല. ചക്കരപ്പറമ്പ് ജംഗ്ഷൻ എത്തിയപ്പോൾ അല്പം കൂടി മുന്നോട്ട് പോയി ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി. അവിടുന്ന് മുന്നോട്ട് പോയ കാർ ഫസ്റ്റ് റൈറ്റിലേക്ക് തിരിഞ്ഞു. നേരെ ചെന്നു നിന്നത് വലിയൊരു മണിമാളികയുടെ മുന്നിൽ. കൂറ്റൻ ഗേറ്റ്. ഗേറ്റ് പിടിപ്പിച്ചിരിക്കുന്ന തൂണിൽ കല്ലുക്കാരൻ എന്ന് കൊത്തിവെച്ചിരിക്കുന്നു. ഹോണടിച്ചപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഗേറ്റ് തുറന്നു. കാറ് അകത്തേക്ക് കടന്നു. മുൻവശത്ത് തന്നെ ഏക്കർ കണക്കിന് സ്ഥലം. പലതരത്തിലുള്ള മരങ്ങൾ നട്ടിരിക്കുന്നു. മറ്റു ചില ഭാഗത്ത് നല്ല പച്ചപ്പുല്ല് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതിനു നടുവിൽ ഒരു ചെറിയ കുളം. ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് വാർത്ത് വെച്ചിരിക്കുകയാണ് കുളം. അതിനടുത്ത് ചൂണ്ടയിടുന്ന ഒരാളുടെ പ്രതിമ. ആ കുളത്തിൽ ധാരാളം വളർത്തു മത്സ്യങ്ങൾ. കാറ് നേരെ കൂറ്റൻ ബംഗ്ലാവിന് മുന്നിൽ നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയത് കിഷോർ ആയിരുന്നു. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ജെയിംസ് പുറത്തേക്ക് വന്നു. കിഷോറിൻ്റെ നേരെ മൂത്ത ചേട്ടൻ. കിഷോറിനെ കണ്ടതും കൂട്ടിൽ കിടന്നിരുന്ന റോഡ് വീലർ ഇനത്തിൽപ്പെട്ട കൂറ്റൻ നായ്കൾ രണ്ടും കുരച്ചു. കിഷോർ അവയുടെ നേരെ കൈ ഉയർത്തി. അതു കണ്ടതും നായ്കൾ സ്നേഹത്തോടെ കൂട്ടിൽ തന്നെ ഒതുങ്ങി നിന്നു. എന്താടാ പെട്ടെന്ന്? ജെയിംസ് കിഷോറിനോട് ചോദിച്ചു. പറയാം, വല്യേട്ടനില്ലേ അകത്ത്? ഏട്ടൻ അകത്തുണ്ട്, നീ വാ. പറഞ്ഞുകൊണ്ട് ജെയിംസ് കിഷോറിനെയും കൂട്ടി അകത്തേക്ക് കയറി. അവരുടെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളെ വർക്കിച്ചൻ കിഷോറിനെ കണ്ടതും അടുത്തേക്ക് ചെന്നു. ഇവരുടെ എല്ലാവരുടെയും ഒരു ആശ്രിതനായി കൂടെ കൂടിയിരിക്കുകയാണ് വർക്കിച്ചൻ. മോൻ പെട്ടെന്ന് എന്താ വന്നത്? വർക്കിച്ചൻ കിഷോറിനോട് ചോദിച്ചു. വല്യേട്ടൻ എവിടെ? തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കിഷോർ. എന്താടാ? ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം. കിഷോറും ജെയിംസും അവിടേക്ക് ചെന്നു. സ്റ്റെയർകേസ് ഇറങ്ങി താഴേക്കിറങ്ങി വരികയായിരുന്നു അലക്സാണ്ടർ. 6 അടിയോളം പൊക്കം, അതിനൊത്ത ശരീരം, ഉറച്ച മാംസപേശികൾ, മുഖത്ത് കുറ്റിത്താടി. 45 വയസ്സോളം പ്രായം കാണും. വിവാഹം കഴിച്ചിട്ടില്ല. ആ നാട്ടിലെ ഏറ്റവും പണക്കാരനായ ഫാമിലിയാണ് കല്ലുക്കാരൻ ഫാമിലി. ആ ഭാഗത്തുള്ള ഒരുമാതിരിപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ അവരുടേതാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ്, സൂപ്പർ മാർക്കറ്റുകൾ, ബാറുകൾ, സിനിമാ തിയേറ്ററുകൾ, സ്വന്തമായി ടൂറിസ്റ്റ് ബോട്ടും ആഡംബര ബസ്സുകളും തുടങ്ങി ധാരാളം ബിസിനസ്സുകളും രഹസ്യ ബിസിനസ്സുകളും സ്വന്തമായുണ്ട്. കല്ലൂക്കാരന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അനുജൻ ജെയിംസ് വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. ഭാര്യ ദർശന. തിരുവല്ലയിലെ കോടീശ്വരനായ നാരായണൻ്റെ മകൾ. ജാതി വേറെയാണെങ്കിലും പണക്കാരാണ് എന്ന കാരണത്താൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഒരുപാട് കോടികളുണ്ടെങ്കിലും ഇപ്പോഴും പണത്തോടുള്ള ആർത്തി ജെയിംസിനുണ്ട്. ജെയിംസ് ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അവരുടെ പല ബിസിനസ്സുകളും അലക്സാണ്ടറിനൊപ്പം നോക്കുന്നത് ജെയിംസ് ആണ്. എന്നാൽ കിഷോർ നേരെ തിരിച്ചാണ്. ഉള്ള പണം അടിച്ചു പൊളിക്കുക, പറ്റുമെങ്കിൽ പെണ്ണുങ്ങളോടൊപ്പം ചെലവഴിക്കുക. പഠിച്ചിരുന്ന കാലത്ത് പല പെൺകുട്ടികളെയും പ്രണയിക്കുകയും അവരിൽ പലരും ഗർഭിണികളായപ്പോൾ പണം കൊടുത്ത് ഒതുക്കിയതും അബോർഷനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും അലക്സാണ്ടറാണ്. എന്താടാ, വീണ്ടും വല്ല പൊല്ലാപ്പുണ്ടാക്കിയോ നീ? അലക്സാണ്ടർ ചോദിച്ചു. അതൊന്നുമല്ല വല്യേട്ടാ. വല്യേട്ടൻ അറിഞ്ഞില്ലേ? CI സുധാകരൻ. ഇടയ്ക്ക് വെച്ച് നിർത്തി കിഷോർ. അത് ഞാൻ അറിഞ്ഞു. കഷ്ടം, നമുക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുള്ള ആളാ. എന്തോന്ന് കഷ്ടം?
നമുക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലവും അവൻ പറ്റിയിട്ടുണ്ട്, അലക്സാണ്ടർ പറഞ്ഞു. എങ്കിലും ഒന്ന് പോയി കാണണ്ടേ വല്യേട്ടാ? ജെയിംസാണത് പറഞ്ഞത്. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു റീത്തുമായി അങ്കിൾ പോയിക്കോട്ടെ. എന്താ, അങ്കിൾ റീത്ത് കൊണ്ടുപോയി വെക്കില്ലേ? വർക്കിച്ചൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അലക്സാണ്ടർ ചോദിച്ചു. വയ്ക്കാം, റീത്ത് ഞാൻ കൊണ്ടുവയ്ക്കാം, വർക്കിച്ചൻ പറഞ്ഞു. അത് മതി, അല്ലാതെ ഇവൻ്റെയൊക്കെ പിന്നാലെ ഓടാൻ നമുക്ക് നേരമില്ല, അലക്സാണ്ടർ എല്ലാവരോടുമായി പറഞ്ഞു. പെട്ടെന്ന് ഫോൺ അടിച്ചു. DGP ആയിരുന്നു. ഫോണെടുത്ത് എന്തൊക്കെയോ സംസാരിച്ചു അലക്സാണ്ടർ. ശേഷം ഫോൺ കട്ട് ചെയ്തു. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അങ്കിൾ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക, അതോടെ തീർന്നു അവനുമായിട്ടുള്ള ഇടപാട്. അതെല്ലാവരും അംഗീകരിച്ചു. ഇതേ സമയം SI ജോസഫ് DYSPയെ കാണാൻ ചെന്നു. സർ, CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തു. ഏകദേശം രാത്രി ഒരു 11:30 സുധാകരൻ സാറിൻ്റെ ജീപ്പ് മുളകാട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഞാൻ പലരോടും അന്വേഷിച്ചു. അതിലെനിക്കറിയാൻ കഴിഞ്ഞത് ഒരു മിനി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്കാണ് സുധാകരൻ സാർ പോയിരിക്കുന്നത്. മിനിയോ? ആരാണ് ആ സ്ത്രീ? അന്വേഷിച്ചില്ലേ? DYSP രാജീവ് കൃഷ്ണൻ ചോദിച്ചു. സാർ, ആ സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലാണ്. ഒരു കുട്ടിയുണ്ട്, 1-ലോ 2-ലോ പഠിക്കുന്നു. കുറച്ച് നാളുകളായി ഈ ജീപ്പ് അവിടെ വരാറുണ്ടെന്ന് 1-2 പേർ പറഞ്ഞു. അവർ തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വരുന്നത് പോലീസ് ആയതുകൊണ്ട് ഭയന്നിട്ട് ആരുമൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം. ഏകദേശം വെളുപ്പിന് ഒരു 1:30 ആയപ്പോഴേക്കും സാർ തിരിച്ചുപോയി. ആക്രമണം നടന്നതിൻ്റെ ദൃശ്യം വല്ലതും കണ്ടായിരുന്നോ? DYSP ചോദിച്ചപ്പോൾ കയ്യിലുള്ള പെൻഡ്രൈവ് കാണിച്ച് ജോസഫ് പത്രോസ്. സാർ, അവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ CCTVയിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങൾ ഇതിലുണ്ട്. രാജീവ് കൃഷ്ണൻ ആ പെൻഡ്രൈവ് വാങ്ങിച്ചു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത്. സമയം 1:35. ജീപ്പ് പോലുമില്ലാതെ ഒരാൾ ഓടുന്നു. അത് CI സുധാകരനാണ്. എന്തോ കണ്ട് ഭയന്നിട്ടാണ് അയാൾ ഓടുന്നത്. എന്നാൽ അടുത്ത രംഗം കണ്ടതും രാജീവ് നടുങ്ങി. കറുത്ത നിറത്തിലുള്ള പടുകൂറ്റൻ നായ. അത് സുധാകരൻ്റെ പുറകെ പാഞ്ഞു വരുന്നു. അടുത്ത നിമിഷം തന്നെ അത് സുധാകരൻ്റെ ദേഹത്തേക്ക് ചാടിക്കയറി. സുധാകരൻ മറിഞ്ഞ് കണ്ടൽക്കാടിൻ്റെ ഭാഗത്തേക്ക് വീണു. അടുത്ത നിമിഷം തന്നെ നായ അങ്ങോട്ടേക്ക് ചാടി. ഇത് കണ്ടിട്ട് ഒരു സാധാരണ ഒരു തെരുവ് നായയുടെ ആക്രമണമായിട്ട് തോന്നുന്നില്ലല്ലോ ജോസഫേ? എന്തോ പ്രതികാരത്തോടെ ആക്രമിക്കുന്നത് പോലെയുണ്ടല്ലോ. സുധാകരനെ കൊന്നേ അടങ്ങൂ എന്ന വാശി ആ നായയ്ക്കുള്ളതുപോലെ, സംശയത്തോടെ രാജീവ് കൃഷ്ണൻ പറഞ്ഞു. സ്ക്രീനിൽ കാണുന്ന രംഗങ്ങൾ കാണാൻ ത്രാണിയില്ലാതെ DYSP രാജീവ് കൃഷ്ണൻ മുഖം മാറ്റി. മതിയടാ, അങ്ങ് ഓഫ് ചെയ്, SI ജോസഫിനോട് രാജീവ് കൃഷ്ണൻ പറഞ്ഞു. ജോസഫ് സ്ക്രീൻ ഓഫ് ചെയ്തു. ഒരാളെ പച്ചയ്ക്ക് കടിച്ചു കീറുക, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മാംസം കടിച്ചെടുക്കുക. ഹോ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേടോ? തല കുടഞ്ഞുകൊണ്ട് രാജീവ് കൃഷ്ണൻ പറഞ്ഞു. അതെ സാർ, കണ്ടിരിക്കാനൊക്കില്ല. എൻ്റെ സംശയം അതല്ല ജോസഫേ, ഇത്ര ക്രൂരമായിട്ട് നായകൾ ആക്രമിക്കുമോ? അതായിരുന്നു രാജീവ് കൃഷ്ണൻ്റെ സംശയം. സാർ, മനുഷ്യരെ കൊന്നു ഭക്ഷിക്കുന്ന നരഭോജികളായ നായകൾ വളരെയുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞു നടക്കുന്ന നായകൾ വന്യമൃഗങ്ങളെപ്പോലെ ഇര പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അത് കൊച്ചുകുട്ടികളും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത ആളുകളെയൊക്കെയാണ് ഇരയാവുന്നത്. മറ്റു ചിലപ്പോൾ ജന്മനാ ക്രൂവൽ മൈൻഡുള്ള, മനുഷ്യരോട് യാതൊരുവിധ അടുപ്പവും കാണിക്കാത്ത നായ്ക്കളുമുണ്ട്. അത്തരം നായ്കൾ ഭക്ഷണം കൊടുത്ത കൈക്ക് പോലും കടിക്കാറുണ്ട്. ആരോടും നന്ദിയോ കടപ്പാടും ഇല്ലാത്തവരാണ് അവർ, SI ജോസഫ് പറഞ്ഞു. ഈയൊരു കാര്യത്തിൽ ഒരുപക്ഷേ താൻ രണ്ടാമത് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാവാനാണ് സാധ്യത. കൊന്നു ഭക്ഷിക്കുവാനല്ല, മറിച്ച് ആളുകളോടുള്ള അടുപ്പമില്ലായ്മ കൊണ്ട് അവരെ ശത്രുവായി കാണുന്ന ഒരു നായ. അങ്ങനെയാവാനുള്ള ചാൻസ് ഉണ്ട്. ഭക്ഷണമാക്കാനായിരുന്നു ഉദ്ദേശമെങ്കിൽ സുധാകരൻ്റെ ശരീരത്തിൽ കടിച്ച് മുറിച്ച് മാംസമെടുത്തതിൻ്റെ അടയാളമുണ്ടാവുമായിരുന്നു. അല്ല എങ്കിൽ കയ്യോ കാലോ ചെവിയോ എന്തെങ്കിലും ഒരു അവയവം അത് ഭക്ഷിച്ചേനെ. സുധാകരൻ്റെ ശരീരം കൂടുതൽ വിരൂപമായി കിടന്നേനെ. ഇതങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കടിച്ചു കീറിയ പാടുകളുണ്ട് എന്നല്ലേ ഉള്ളൂ. അതെ സാർ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്.
മാത്രമല്ല ആ നായയെ കണ്ടിട്ട് ഭക്ഷണം കിട്ടാതെ വിശന്നു നടക്കുന്ന നായയായി തോന്നിയിട്ടില്ല. താൻ ഏതായാലും ഒരു കാര്യം ചെയ്യ് ജോസഫേ, നേരെ സംഭവം നടന്ന സ്ഥലത്തും പരിസരത്തുമൊക്കെ ഒന്ന് ചെന്ന് ഇതുപോലുള്ള ഒരു നായ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിക്കൂ. ഉണ്ടെങ്കിൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സാർ, ഇപ്പോൾ തന്നെ അന്വേഷിക്കാം. അധികം വൈകാതെ തന്നെ മുളവുകാട് സംഭവം നടന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ ജീപ്പ് ഒതുക്കി നിർത്തി എസ്.ഐ ജോസഫും സംഘവും ഇറങ്ങി. അവരെ കാത്ത് അവിടെ തന്നെയുള്ള മൊയ്തീൻ എന്നയാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എസ്.ഐ ജോസഫ് വരുന്നത് കണ്ട് മൊയ്തീൻ മുണ്ടിൻ്റെ മടക്കി കുത്തഴിച്ചു. അയാൾ അവരുടെ അടുത്തേക്ക് ഭവ്യതയോടെ ചെന്നു. എന്താടാ, പഴയ പണിയൊക്കെ ഇപ്പോഴും നിനക്കുണ്ടോ? ജോസഫ് മൊയ്തീനോട് ചോദിച്ചു. അയ്യോ ഇല്ല ഏമാനെ, അന്ന് ഏമാൻ പിടിച്ചൊന്ന് പെരുമാറിയ ശേഷം ആ പണി ഞാനങ്ങ് നിർത്തി. തല ചൊറിഞ്ഞുകൊണ്ട് മൊയ്തീൻ പറഞ്ഞു. നീ നിർത്തുകയൊന്നും വേണ്ട, പക്ഷേ ആളും തരവും നോക്കി വേണം ഓരോന്നൊക്കെ ചെയ്യാൻ. ഈ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവർ ഉണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോയി നിനക്ക് മോഷ്ടിച്ചുകൂടായിരുന്നോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ച് നിന്നെ സമ്മതിക്കണം. അവർ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാനാവുമോ? നിന്നെ കയ്യിൽ കിട്ടിയപ്പോൾ നെഞ്ചും കൂടി ഇടിച്ച് വാട്ടാനാണ് DGP പറഞ്ഞത്. അത് ഞാൻ ചെയ്യാഞ്ഞത് നിന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. ജോസഫ് പറഞ്ഞു. ആ, ഞാൻ നിന്നെ വിളിപ്പിച്ചത് നീ ഏതായാലും രാത്രി സവാരിക്കാരനായിരുന്നല്ലോ. ആ നിലയ്ക്ക് ഒരു കറുത്ത പട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഏമാനെ, ഞാൻ പല സ്ഥലത്തും മോഷ്ടിക്കാൻ പോയിട്ടുണ്ട്. പലതരത്തിലുള്ള നായയെയും കണ്ടിട്ടുണ്ട്. വെള്ള, കറുപ്പ്, ചുമപ്പ്, വെള്ളയും കറുപ്പും കൂടിച്ചേർന്നത്, പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള നായകൾ. അതിൽ ഏത് കറുപ്പാണെന്ന് എങ്ങനെ അറിയും? മൊയ്തീൻ പറഞ്ഞു. നീ പല സ്ഥലത്തിലേക്കൊന്നും പോവണ്ട, ഇവിടത്തെ കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ അടുത്ത് വല്ലതും ആളുകളെ ആക്രമിക്കുന്ന കണ്ടാൽ ഭയം തോന്നുന്ന, അക്രമകാരി എന്ന് തോന്നാവുന്ന ഒരു നായ അങ്ങനെ വല്ലതും ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടോ? അത് തെരുവ് നായ തന്നെ ആവണമെന്നില്ല, വീട്ടിൽ വളർത്തുന്ന നായ ആയാലും മതി. ചില ആളുകൾ രാത്രിയാവുമ്പോൾ നായയെ പുറത്ത് വിടാറുണ്ട് മലമൂത്ര വിസർജനത്തിന്. നിനക്കാവുമ്പോൾ നായകളെയൊക്കെ കണ്ട് പരിചയമുണ്ടല്ലോ, പ്രത്യേകിച്ച് വീടുകളിൽ എവിടെ ഏതൊക്കെ ഇനം നായകളുണ്ടെന്ന്. ഇവിടെ കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ വീട്ടിൽ 2 നായകളുണ്ട്. ഡോബർമേൻ ആണ്, രണ്ടും കറുത്തതാണ്. ഈ ഡോബർമേൻ എന്ന് പറയുമ്പോൾ നല്ല ഉയരമുള്ള മെലിഞ്ഞിട്ടുള്ള നായയല്ലേ, നീളൻ മുഖമുള്ളത്? ഇതല്ല, സാധാരണ തെരുവ് നായ പോലെ തന്നെ, എന്നാൽ അത്യാവശ്യം നല്ല ആരോഗ്യവും വലിപ്പവുമുണ്ട്. ജോസഫ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ ആലോചിച്ച് നിന്നു. ഈ സ്ഥലത്തൊന്നും അങ്ങനെ ഒരു നായയെ ഞാൻ കണ്ടിട്ടില്ല സാറേ, മൊയ്തീൻ തീർത്തു പറഞ്ഞു. അതോടെ ജോസഫ് കൂടെയുള്ള കോൺസ്റ്റബിളിൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ അടുത്തുള്ള വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ ഇക്കാര്യം ഒന്ന് അന്വേഷിക്ക്. ശരി സാർ. കൂടെയുള്ള പോലീസുകാർ പല ഭാഗങ്ങളിലേക്കായി തിരിഞ്ഞു. എസ്.ഐ ജോസഫ് മൊയ്തീൻ്റെ അടുത്തേക്ക് അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് മാറ്റി നിർത്തി. എടാ, നീ നിന്റെ മോഷണം തീർത്ത് നിർത്താനൊന്നും നിൽക്കണ്ട. പാവപ്പെട്ടവൻ്റെ വീടുകൾ കയറി മോഷ്ടിച്ചോ, ഒരു കുഴപ്പവുമില്ല. കിട്ടുന്നതിൽ പാതി എനിക്ക്, അത് മറക്കരുത്. മറന്നാൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മുൻപത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ? അയ്യോ ഉണ്ട് സാർ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ആ, മറക്കരുത്. അതുകൊണ്ട് മോഷ്ടിച്ചതിൽ കിട്ടുന്നതിൽ പാതി എനിക്ക്. അതുപോലെ മോഷ്ടിക്കാൻ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഈ നായയെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ ഏറ്റു സാറേ, സാർ കൂടെ ഉണ്ടായാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. മൊയ്തീന് ഉന്മേഷം വന്നു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റു പോലീസുകാർ അവിടെ എത്തി. സാറേ, ഇവിടെ ആരും അങ്ങനെ ഒരു നായയെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്, കോൺസ്റ്റബിൾ നാരായണൻ പറഞ്ഞു. അത് ഞാൻ പ്രതീക്ഷിച്ചു. രാത്രിയിൽ ഇവൻ കാണാത്ത അത്രയും നായയെ വേറെ ആരും കാണാൻ സാധ്യതയില്ല. ജോസഫ് പറഞ്ഞത് കേട്ട് മൊയ്തീൻ തലചൊറിഞ്ഞു. നീ തലചൊറിയണ്ട, മിക്കവാറും രാത്രി ഈ ഭാഗത്ത് പെട്രോളിംഗ് ഉണ്ടാവും. അയ്യോ സാറേ, അപ്പോൾ നമ്മുടെ ജോലിക്ക് പ്രശ്നമാകുമല്ലോ. നീ പേടിക്കണ്ട, നമ്മുടെ ആൾക്കാരായിരിക്കും നിൽക്കുന്നത്. നിന്റെ കാര്യം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയേക്കാം. മൊയ്തീൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ജോസഫ് പറഞ്ഞു. അത് കേട്ടതും മൊയ്തീൻ്റെ മുഖം തെളിഞ്ഞു. ഫോൺ ബെല്ലടിച്ചപ്പോൾ കിഷോർ അറ്റൻഡ് ചെയ്തു. ഏറ്റവും അടുത്ത സുഹൃത്ത് സൂരജ് ആയിരുന്നു. എന്താടാ മച്ചാ? എടാ, അവളെ പൊക്കിയിട്ടുണ്ട്, ആ കീർത്തനയെ. അത് കേട്ടതും കിഷോർ ചാടി എഴുന്നേറ്റു. അടിപൊളി. എവിടെ വെച്ച് കിട്ടിയവളെ? അയ്യപ്പൻകാവ് ജംഗ്ഷനിൽ നിന്നും. ട്യൂഷൻ കഴിഞ്ഞ് വരികയായിരുന്നു. ഇപ്പോൾ വണ്ടിയിൽ പിടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ.
എങ്കിൽ നീ നേരെ അവളെയും കൊണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ല്. സെക്യൂരിറ്റിയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഞാൻ ഇപ്പോൾ തന്നെ എത്തിയേക്കാം. അതിൻ്റെ ആവശ്യമില്ല മച്ചാനെ, ഞങ്ങൾ നിന്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലുണ്ട്. ഒരുമിച്ച് പോകാം, ഇങ്ങ് പോര്. സൂരജ് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കിഷോറിൻ്റെ മുഖം തെളിഞ്ഞു. ഒരുപാട് നാളായിട്ടുള്ള മോഹമാണ് കീർത്തന. ഇന്ന് അവളെ തനിക്ക് അനുഭവിക്കാം. വല്ലാത്ത സന്തോഷത്തോടെ പുറത്തേക്ക് പോകാനിറങ്ങുന്ന കിഷോറിനെ കണ്ട് ജെയിംസ് അടുത്തേക്ക് ചെന്നു. സമയം രാത്രി 7 മണിയായി. നീ എവിടേക്കാ? ജെയിംസ് ചോദിച്ചു. വല്യേട്ടായി എവിടെ? ചേട്ടായി എത്തിയിട്ടില്ല. നീ എങ്ങോട്ടാണെന്ന് പറയൂ. ഗസ്റ്റ് ഹൗസിലേക്ക്. ഓ, വല്ലവളുമാരെയും കിട്ടിക്കാണോ അല്ലേ? എടാ, അങ്ങനെയെങ്കിൽ ഞാനും കൂടി വരട്ടെ. ജെയിംസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഭാര്യ ദർശന വരുന്നത് കണ്ടത്. എവിടെ പോകുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്? അല്ല, ഇവൻ ഏതോ പള്ളിയിൽ നേർച്ചയിടാൻ പോകുന്ന കാര്യം പറയുകയായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ? ഞാൻ പോകുന്നില്ല. ജെയിംസ് പറഞ്ഞത് കേട്ട് ഒരു ചിരിയോടെ കിഷോർ പുറത്തേക്കിറങ്ങി. കല്യാണം കഴിക്കാത്ത അവൻ്റെ ഒരു യോഗം, ദർശന കേൾക്കാതെ പറഞ്ഞു ജെയിംസ്. കിഷോർ ചെന്നപ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു. പുറത്ത് റോഡിനരികിലിട്ടിരിക്കുന്ന ഇനോവ കാറിനടുത്തേക്ക് ചെന്നു കിഷോർ. ബാക്ക് ഡോറിൽ കൈയും കാലും കെട്ടിയിട്ട് വായ പ്ലാസ്റ്റർ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു കീർത്തന എന്ന പെൺകുട്ടി. നടുവിലത്തെ സീറ്റിൽ സൂരജും സംഘവും, ഫ്രണ്ട് സീറ്റിൽ മറ്റൊരു സുഹൃത്തും. ഇവരുടെ എല്ലാ സഹായിയായ കുട്ടപ്പൻ ഡ്രൈവിംഗ് സീറ്റിൽ. അളിയ, കുറേ നാളത്തെ കൊതി നമുക്കിന്ന് തീർക്കാം, സൂരജ് കിഷോറിനോട് പറഞ്ഞു. കിഷോർ അവരുടെ ഒപ്പം കാറിൽ കയറി. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് കുട്ടപ്പൻ കാർ മുന്നോട്ടെടുത്തു. ഇരുട്ട് നല്ലവണ്ണം വീണു തുടങ്ങിയിരുന്നു. നോർത്ത് ഭാഗത്തേക്കുള്ള പോക്കറ്റ് റോഡിൽ കൂടി ഇനോവ മുന്നോട്ട് പോയി. അടുത്തെങ്ങും വാഹനങ്ങളോ വീടുകളോ ഇല്ല. ഹെഡ്ലൈറ്റുമില്ല. കൂരിരുട്ട്. കുട്ടപ്പ, ടൂൾസൊക്കെ കയ്യിലില്ലേ? കുഴിവെട്ടി മൂടേണ്ടി വരും. യാതൊരുവിധ തെളിവും ഉണ്ടാവരുത്. അതൊക്കെ ഞാൻ ഏറ്റു സാറേ, കുട്ടപ്പൻ ഉറപ്പ് കൊടുത്തു. കുണ്ടും കുഴിയുള്ള വഴിയാണ്. വാഹനം ആടിയാടി മുന്നോട്ട് പോയി. കിഷോർ ആവേശത്തോടെ ഇടയ്ക്ക് പുറകിലോട്ട് നോക്കുന്നുണ്ട്. കുറേ കൂടി മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് വീണു. പെട്ടെന്നുള്ള ബ്രേക്ക് ആയതുകൊണ്ട് കിഷോറും സംഘവും മുന്നോട്ട് ആഞ്ഞുപോയി. മോനെ, എവിടെ നോക്കിയാടാ വണ്ടി ഓട്ടിക്കുന്നത്? പച്ചത്തെറി പറഞ്ഞുകൊണ്ട് കുട്ടപ്പനോട് ചോദിച്ചു കിഷോർ. അല്ല സാറേ, റോഡ് ബ്ലോക്കാണ്, അതാണ്. ആക്രിക്കാർ വരുന്ന സ്ഥലമാണ്. അവന്മാർ വല്ല കിടുതാപ്പും വഴിയിലിട്ട് കാണും, എടുത്ത് മാറ്റടാ. കിഷോർ പറഞ്ഞതും കുട്ടപ്പൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നേരെ റോഡ് ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്ന സാധനങ്ങൾ എടുത്തു മാറ്റുവാനായി പോയി. ഏതാനും നിമിഷങ്ങൾ ആരോ ഇടിച്ചു തെറിപ്പിച്ചതുപോലെ കുട്ടപ്പൻ തെറിച്ചു വീണു. അത് കണ്ടതും കിഷോറും സംഘവും നടുങ്ങി. അടുത്ത നിമിഷം തന്നെ അവർ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അല്പം ഭയം തോന്നി എല്ലാവർക്കും. ഇടികൊണ്ട് കുട്ടപ്പൻ നിലത്ത് കിടന്ന് പുളയുകയാണ്. ആരാടാ ഒളിച്ചിരിക്കുന്നത്? മുന്നോട്ട് വാടാ, കിഷോർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ സൂരജ് ഇടികൊണ്ട് തെറിച്ചു വീണു. ഏവരും ആ ഭാഗത്തേക്ക് നോക്കി. മുഖം വ്യക്തമാവാതെ ഒരു മനുഷ്യരൂപം, ഒത്ത ഉയരമുള്ള ഒരാൾ. അയാൾ അവരുടെ അടുത്തേക്ക് വരുന്നു. അടുത്ത നിമിഷം തന്നെ കിഷോറിൻ്റെ മറ്റൊരു സുഹൃത്ത് ദീപു അയാൾക്ക് നേരെ പാഞ്ഞു ചെന്നു. മുകളിലേക്കുയർന്ന ആ മനുഷ്യൻ കാലുകൊണ്ട് ദീപുവിനെ ആഞ്ഞു ചവിട്ടി. ദീപു നിലത്ത് വീണ് പിടഞ്ഞു. കിഷോർ പിസ്റ്റൾ കയ്യിലെടുത്തു. ആ മനുഷ്യന് നേരെ ചൂണ്ടി. പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം അവിടെ മുഴങ്ങിയത്. എന്തോ മുരളുന്നത് പോലുള്ള ശബ്ദം. എന്താണത്? കിഷോർ സംഘവും ചുറ്റും നോക്കി. ഇരുട്ടത്ത് 2 കണ്ണുകൾ തിളങ്ങുന്നു, മിന്നാമിനുങ്ങ് പോലെ. പോസ്റ്റിൻ്റെ വെളിച്ചത്തിൽ ആ രൂപം അവർ കണ്ടു. നല്ല ആരോഗ്യവാനായ ഒരു കറുത്ത നായ. അതവരെ നോക്കി മുരടി കാണിച്ചു, കടിച്ചു കീറാൻ വെമ്പുന്നത് പോലെ. ആ മനുഷ്യൻ നായയുടെ മുന്നിൽ കുത്തിയിരുന്നു. അതിൻ്റെ ശിരസിൽ തലോടി. അയാൾ കൈകളിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മുഖം കറുത്ത തുണി കൊണ്ട് മറച്ചിരുന്നു. അയാൾ തൻ്റെ വലത് കൈ കിഷോറിൻ്റെ നേരെ ചൂണ്ടി. ബ്രൂണോ, നിന്റെ ഇര അവനാണ്. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ചെന്ന് നിന്റെ ജോലി തീർക്ക്. അയാൾ പറഞ്ഞു കഴിഞ്ഞതും കിഷോറിനടുത്തേക്ക് ആ നായ പാഞ്ഞു ചെന്നു. കിഷോറിന് ട്രിഗർ വലിക്കാൻ സമയം കിട്ടിയില്ല. നായ കിഷോറിന് മേലെ ചാടി വീണു. ആ മനുഷ്യൻ കിഷോറിൻ്റെ കൂട്ടുകാരെ നേരിട്ടു. അയാളുടെ ഉരുക്ക് പോലെയുള്ള ഇടിയേറ്റ് അവരുടെ മുഖവും ശരീരവും ചതഞ്ഞു. ഒന്ന് നിലവിളിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല. ശബ്ദിക്കാൻ പോലും ആവാതെ അവർ കുഴഞ്ഞു വീണു. ഇതേ സമയം ബ്രൂണോ കിഷോറിനെ കടിച്ചു കീറുകയായിരുന്നു. നായയെ തടയാൻ ശ്രമിച്ച കിഷോറിൻ്റെ കൈക്കും കടിയേറ്റു.
അടുത്ത നിമിഷം തന്നെ കിഷോറിൻ്റെ കഴുത്തിൽ അതിൻ്റെ പല്ലുകൾ താഴ്ന്നു. ആ മനുഷ്യൻ ഇന്നോവയുടെ ബാക്ക് ഡോർ തുറന്നു. കൈയും കാലും കെട്ടിയിട്ടിരുന്ന പെൺകുട്ടിയുടെ കെട്ടുകൾ അഴിച്ചു മാറ്റി. ആ പെൺകുട്ടിയെ കാറിൽ നിന്നും ഇറക്കി. അപ്പോഴേക്കും കിഷോറിൻ്റെ കഥ അവസാനിച്ചിരുന്നു. ശരീരം നിശ്ചലമായി. ബ്രൂണോ തൻ്റെ തലയൊന്ന് കുടഞ്ഞു. മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്ന രക്തം തെറിച്ചുപോയി. നാവ് പുറത്തേക്കിട്ടുകൊണ്ട് ഇരുട്ടത്ത് പാർക്ക് ചെയ്തിരുന്ന കറുത്ത അംബാസഡർ കാറിൻ്റെ പുറകിൽ കയറിയിരുന്നു. ഒന്നും മനസ്സിലാവാതെ അന്താളിച്ചിരുന്ന കീർത്തനയെ അയാൾ കാറിൻ്റെ മുൻസീറ്റിൽ കയറ്റിയിരുത്തി. ഡ്രൈവിംഗ് സീറ്റിൽ അയാൾ കയറിയിരുന്നു. കാർ മുന്നോട്ടെടുത്തു. നിങ്ങൾ ആരാ? വിറച്ച് വിറച്ച് കീർത്തന ചോദിച്ചു. തൽക്കാലം ശത്രുവല്ല, അതറിഞ്ഞാൽ മതി. അയാൾ അത് പറഞ്ഞപ്പോൾ ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നോർത്തു കീർത്തന. വാഹനം മുന്നോട്ട് പോയി. കീർത്തനയുടെ വീടിൻ്റെ ഇടവഴിയുടെ മുന്നിൽ കാർ നിർത്തി. കീർത്തന ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ശേഷം നേരെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളുടെ അടുത്തെത്തി. ശരി, എന്നാൽ പോകട്ടെ. ഭയപ്പെടേണ്ട, എന്തിനും ഏതിനും ഞാനുണ്ടാവും. നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞതും അയാളുടെ മുഖത്തെ തുണി പെട്ടെന്ന് മുഖത്തു നിന്നും മാറിപ്പോയി. അയാളുടെ മുഖം കണ്ടതും കീർത്തന നടുങ്ങി. ആ നിമിഷം തന്നെ അയാൾ കാർ മുന്നോട്ടെടുത്തു. കാർ പോകുന്നത് നോക്കി അമ്പരന്ന് നിന്ന കീർത്തന അയാളുടെ പേര് സ്വയം മന്ത്രിച്ചു. ക്ലീറ്റസ്. ക്രൈം ത്രില്ലർ സ്റ്റോറിയായ വേട്ടയുടെ ഭാഗം 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.